ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 24 വോൾട്ടിൻ്റെ ചെറിയ DC വാട്ടർ പമ്പിനെയാണ്. BLDC വാട്ടർ പമ്പല്ല, വെറും DC വാട്ടർ പമ്പ്. ഇത് ഒരു 250 വാട്ട്സിൻ്റെ സോളാർ പാനലിൽ നിന്നും ഡയറക്റ്റായിട്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡയഗ്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മറ്റ് പമ്പ് സെറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ക്രൂ ടൈപ്പ് വാട്ടർ പമ്പാണിത്. നമുക്കറിയാം, സാധാരണയായിട്ട് സെൻട്രിഫ്യൂഗൽ വാട്ടർ പമ്പുകളും ഗിയർഡ് ടൈപ്പ് വാട്ടർ പമ്പുകളും എല്ലാമാണ് നമ്മൾ കാണാറ്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ക്രൂ ടൈപ്പ് വാട്ടർ പമ്പാണ്. ഇതിനകത്ത് എങ്ങനെയാണ് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള മെക്കാനിസം എന്നുള്ളത് നമ്മളിത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു സ്ലീവിനകത്ത് കിടന്നിട്ട് ഒരു സ്ക്രൂ ടൈപ്പ് ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിനകത്ത് വാട്ടർ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സ്ക്രൂ പോലത്തെ ഒരു പാർട്ടാണ്, അത് ഒരു റബ്ബർ ബുഷ് പോലെയുള്ള ഒരു പാർട്ടാണ് ആ കാണുന്നത്. നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് പോലെയുള്ള ഈ ഒരു ഭാഗം, ഒരു കേസിങ് പോലെയുള്ള ഈ ഒരു ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം. പമ്പിൻ്റെ മുകളിലത്തെ ആ ഒരു പാർട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു പമ്പ് സെറ്റിനകത്തെ മെക്കാനിസം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ആകൃതി. ഈ ഷാഫ്റ്റ് കിടന്ന് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിനകത്ത് വെള്ളം പമ്പ് ചെയ്യുന്നത്. DC പമ്പ് സെറ്റാണ്, BLDC പമ്പ് സെറ്റല്ല. ഇവിടെ ഒരു വാട്ടർ സീലും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് കൂടാതെ തന്നെ 3 സ്റ്റഡ് അവിടെ കാണാൻ കഴിയും. അതിനകത്തോട്ട് മോട്ടോറിലോട്ടുള്ള വൈൻഡിങ്ങിലോട്ടുള്ള കണക്ഷൻ അവിടെ കാണാൻ കഴിയും. ഒരു പാർട്ടിലാണ് ഇതിൻ്റെ വാട്ടർ സീലും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിനകത്ത് പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്, ഒരു ആർമേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ബ്രഷ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു BLDC അല്ല എന്ന്. അപ്പോൾ ബ്രഷ്ഡ് DC മോട്ടോർ തന്നെയാണ് ഇത്. ഈ മോട്ടോറിനെ കുറിച്ചിട്ടുള്ള മറ്റ് ഇൻഫർമേഷൻസാണ് ഈ ഒരു മോട്ടോറിന് പുറത്ത് നൽകിയിരിക്കുന്ന പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.